പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര പിമ്പിൾസ് ഉണ്ടായിരുന്നു ഫേസിൽ. അപ്പം പലരും പറയും മുട്ട ഒരുപാട് കഴിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓയിലി ഫുഡ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ചിലർ പറയും അതൊക്കെ കോമൺ ആണ് ആ ഒരു ഏജിൽ, അപ്പം അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അത് വിട്ടേക്കാനാണ് പലരും പറയുന്നത്. അപ്പം ആസ് എ ഡോക്ടർ എന്താണ് താങ്കളുടെ അഭിപ്രായം? ടീനേജിലും അഡോൾസൻ ഏജിലും അത് കോമൺ ആണ് ആക്ച്വലി പിമ്പിൾസ് എന്ന് പറയുന്നത്. അത് ആക്നെ ആയിട്ട് ഒരു ക്രോണിക് കണ്ടീഷൻ ആയിട്ട് വരുമ്പോൾ മാത്രമേ അതിന് നമുക്ക് ട്രീറ്റ്മെന്റ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ പിമ്പിൾസും ആക്നെയും രണ്ടും രണ്ടാണ്. ആക്ച്വലി പിമ്പിൾ എന്ന് പറയുന്നത് ആക്നിയുടെ സ്റ്റാർട്ടിങ് ഇതിൽ വരുന്നത് 1-2 റെഡിഷ് ആയിട്ട് പിമ്പിൾസ് വരുന്നത്, അതാണ് പിമ്പിൾസ് എന്ന്. ആക്നി എന്ന് പറയുമ്പോൾ അത് കണ്ടീഷനാണ്, അതായത് ക്രോണിക് കണ്ടീഷൻ, ഒരു ലോങ് ടേം ആയിട്ട് ആ പിമ്പിൾസ് മാറാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെയാണ് ആക്നി എന്ന് പറയുന്നത്. അപ്പം ഡോക്ടർ പറയുന്നത് അത് നമ്മളൊന്നും ചെയ്യേണ്ടെന്നാണോ, അതോ അതിന് സ്പെസിഫിക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്? ടീനേജിൽ അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് ഏജിൽ അതിലൊക്കെ ആ ടൈമിൽ എല്ലാവരും ലൈക്ക് ഒരു ഹൈജീൻ ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. സോ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങ് ഇൻഫ്ലമേഷൻ ഒക്കെ ആകുമ്പോഴാണ് അത് ആക്നി കണ്ടീഷൻ അങ്ങനെ വേഴ്സ്റ്റ് ആവും. ആ ടൈമിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിമ്പിൾസ് വന്നു പോകുന്നത് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇപ്പം ആക്നെ സ്കാർസ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻസ് അങ്ങനെയുള്ള ഇതിലേക്ക് പോകത്തില്ലേ? നോർമലി പിമ്പിൾ വന്നു കഴിഞ്ഞാൽ അതിനെ പൊട്ടിക്കാണ്ട് അതിനെ ഉപദ്രവിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അത് വേറെ സ്കാറോ ഇതൊന്നും വരത്തില്ല. പക്ഷേ അതിനെ പൊട്ടിച്ച് അതിനെ ഉപദ്രവിക്കുമ്പോഴാണ് ലൈക്ക് സ്കാറായിട്ടൊക്കെ മാറുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ യു യൂസ് OTC എന്തെങ്കിലും മെഡിസിൻസ് ഉപയോഗിക്കുക. മെഡിസിൻസ് മാത്രമല്ലല്ലോ, നമുക്ക് പല ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റത്തില്ലേ? ട്രീറ്റ്മെന്റ്സ് നമുക്ക് എന്തെങ്കിലും ഇപ്പം ആക്നെ ഒരുപാട് വരുമ്പം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡാൻഡ്രഫ് കൊണ്ട് ആക്നി വരും, പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ആക്നി വരും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോസ്. അപ്പോൾ ആ ടൈമിൽ മാത്രം അതൊരു ക്രോണിക് കണ്ടീഷൻ ആകുമ്പോൾ മാത്രം അതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് ഒരു പിമ്പിൾ വന്നെന്ന് പറഞ്ഞിട്ട് അതിന് അത്രയും ഇത് കൊടുക്കേണ്ട, അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല.